ഇന്ത്യയിൽ നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ട് ഹബ്ബുകളുണ്ട്, മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഫണ്ട് നമുക്ക് അവരെ ഏൽപ്പിക്കാം. ആ ഫണ്ട് മാനേജേഴ്സ് കൃത്യമായിട്ട് പഠിച്ച് ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മുടെ ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് അവർ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് റിട്ടേൺ കിട്ടിക്കഴിയുമ്പോൾ ആ റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു പൈസ, ചെറിയൊരു പണം അവരത് ഒരു സർവീസായിട്ട് എടുക്കുകയും ബാക്കി ഫണ്ട് മൊത്തം നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഒരു NAV എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈസ് അവർ നിശ്ചയിക്കും. ആ NAVയിലാണ് നമ്മളത് പ്രൈസ് വാങ്ങുന്നത്. നമ്മൾ എത്ര എമൗണ്ടാണ്, 10,000 രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന പണം സ്വാഭാവികമായിട്ടും അവർ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ കിട്ടുന്ന ആ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മുടെ NAV പ്രൈസ് കൂടുന്നു. ഇനി ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ലംസമായിട്ടൊരു എമൗണ്ട്, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 1 കോടി രൂപ നമുക്കുണ്ടെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല, മാസാശമ്പളമുള്ള ആളുകളാണെങ്കിൽ ചെറിയൊരു എമൗണ്ട്, ഒരു 200 രൂപയോ 150 രൂപയോ 500 രൂപയോ 1000 രൂപയോ എല്ലാ മാസവും നിങ്ങൾക്ക് മാസാമാസം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ സമയത്ത് നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങൾക്ക് സെൽ ചെയ്യുന്ന സമയത്ത് വിതിൻ 2-3 ഡേയ്സിനുള്ളിൽ, 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പ്ലാനോടുകൂടി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ചെറിയ ടാർഗറ്റുകളൊക്കെ വെച്ചിട്ട് ചെയ്തു പോകണം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും.